എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചറിവാണ്. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന കൊച്ചു കൊച്ചു പുഴുകളില്ലേ, ആ ഇലതീനി പുഴുവിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് കളയാമെന്നുള്ള ഒരു അറിവാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ പുഴുക്കളൊന്നും തന്നെ നമുക്ക് അതിൽ പിന്നെ കാണാൻ പറ്റില്ല, എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നിവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ അറിയാത്തവർക്ക് ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആവും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങളിവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയോണ്ടാണ് അത് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരുന്നത്. ഇതിന് വേറെ ഒന്നുമല്ല ആവശ്യമുള്ളത്, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന പറമ്പിലൊക്കെ കാണുന്ന പപ്പായ ഇല്ലേ, പപ്പായയുടെ ഇലയാണ് ഇതിന് ആവശ്യമുള്ളത്. ഒരു 100 ഗ്രാം ഇലയാണ് വേണ്ടത്. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒരു 2 പിടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഈ ഇല. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ ഇല അതിലിട്ട് വെക്കുക. ഒരു പാത്രത്തിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഒരു 24 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇന്ന് ഉച്ചരിഞ്ഞൊക്കെ ചെയ്യുകയാണെങ്കിൽ നാളെ ഉച്ചരിഞ്ഞ് വരെ അത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിരുമ്പി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു നീരാണ് നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കീടനാശിനി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള പുഴുകളൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് ഈ ഒരൊറ്റ നീര് മതി. ഇത് എടുക്കുമ്പോൾ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു 4 ഇരട്ടി വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് ഈ പുഴുശല്യമുള്ള ചെടികൾക്കൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുക. നമുക്ക് പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇത് തെളിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കൈ കൊണ്ട് തെളിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു 3 ദിവസം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ പുഴുക്കളും തന്നെ നമ്മുടെ ആ ചെടികളിൽ നിന്നൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതാണ് ഈ പപ്പായയുടെ ഇല. അപ്പോൾ നമുക്കങ്ങനെ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തെളിച്ച് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ചെടികൾക്കോ അല്ലെങ്കിൽ നമുക്കൊന്നും ദോഷവും വരാനില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ കൊച്ചു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.